നീ എന്താ വല്ലാതിരിക്കുന്നത്? എനിക്കിവിടെ മതിയായി. ഞാനിവിടം വിട്ട് എങ്ങോട്ടെങ്കിലും പോവുകയാണ് ഫാദർ. ആരോരുമില്ലാത്ത എനിക്ക് സ്നേഹം തന്ന നന്മയുടെ മനസ്സുകളെല്ലാം എന്നെ പിരിഞ്ഞു പോവുകയാണ്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എനിക്ക് തിരിച്ചു തരുന്നത് ദുഃഖവും ശിക്ഷയുമാണ്. ഇനി വയ്യ ഫാദർ. ഫാദർ എന്നെ സ്നേഹിക്കാനേ പഠിപ്പിച്ചുള്ളൂ, വെറുക്കാൻ എനിക്കറിയില്ല. ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഫാദർ. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എങ്ങോട്ട്? ഇവിടം വിട്ട് എങ്ങോട്ടെങ്കിലും. അപ്പോ നീ എന്നെ വിട്ടിട്ട് പോവുകയാണോ? ഞാൻ എവിടെയാണെങ്കിലും എന്നും എന്റെ മനസ്സിൽ ഫാദർ ഉണ്ടാവും. നിനക്ക് നിന്റെ വഴി തെരഞ്ഞെടുക്കാനുള്ള അറിവും പ്രായവുമായി. ഒരു മാറ്റം കൊണ്ട് നിനക്ക് നന്മ വരുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. രാജു, ഈ എഴുത്ത് എന്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ജയദേവനുള്ളതാണ്. ഞാൻ പണ്ട് മാനേജരായി ജോലി നോക്കിയിരുന്ന എറണാകുളത്തെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങളായി. ഈ എഴുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്താൽ അദ്ദേഹം നിനക്ക് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരും. ആ, ഇതാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ ജയദേവൻ. വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഫോട്ടോയാ. ഇതിന്റെ പുറകിൽ ഡോക്ടറുടെ വീട്ടിലെ അഡ്രസ്സും ഉണ്ട്. ഞാൻ വരട്ടെ ഫാദർ. ഗോഡ് ബ്ലെസ് യു മൈ സൺ. പ്രിയപ്പെട്ട ഡോക്ടർ ജയദേവന്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കത്തെഴുതേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അപ്പുറത്തൊന്നുണ്ടല്ലോ ദൈവത്തിന്റെ ഇംഗിതം. കരുണാമയനായ ദൈവത്തിന്റെ കൽപ്പന പോലെ എല്ലാം നടക്കട്ടെ എന്ന് നമുക്ക് സമാധാനിക്കാം. ഈ കത്തുമായി വരുന്ന ചെറുപ്പക്കാരൻ രാജു എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അതിലുപരി നിങ്ങൾക്കും. അനാഥാലയത്തിൽ വളർന്ന ഇവനെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് അവനൊരു ജീവിതമാർഗം ഉണ്ടായി കൊടുക്കാനാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ നിങ്ങൾക്ക് ഇവനെ സ്നേഹിക്കാം, വിശ്വസിക്കാം. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ ചോര കുഞ്ഞിന്റെ മുഖം നിങ്ങൾക്ക് ഇവനിൽ കാണാം. മൂടിവയ്ക്കപ്പെട്ട സത്യം എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും 1000 നാവുകളോടെ ഉയർത്തെഴുന്നേൽക്കും. ഭയപ്പെടണ്ട, നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ തെറ്റിച്ചിട്ടില്ല. ഞാൻ അവനോട് ഒന്നും പറഞ്ഞിട്ടില്ല.
എല്ലാം വേണ്ടതുപോലെ ചെയ്യുമല്ലോ. സ്നേഹപൂർവ്വം, ഫാദർ ഫെർണാണ്ടസ്. ഫാദർ. എന്താ രാജു, നീ പോയില്ലേ? ഫാദർ, എന്നോട് ക്ഷമിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തു. ഈ എഴുത്ത് ഞാൻ പൊട്ടിച്ചു വായിച്ചു. മൂടി വെക്കപ്പെട്ട സത്യം എത്ര വർഷം കഴിഞ്ഞാലും 1000 നാവുകളോട് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഫാദർ ഈ കത്തിൽ എഴുതിയിരുന്നില്ലേ? ആ സത്യം ഞാനല്ലേ? ഈ രാജുവിനോട് ഫാദർ കള്ളം പറയരുതായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന മനുഷ്യൻ എന്റെ അച്ഛനാണോ? പറയൂ ഫാദർ. അച്ഛനും അമ്മയും ആരെന്നറിയാത്ത ഒരു അനാഥന്റെ വേദന ഫാദറിന് അറിയില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ ആ വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെങ്കിലും പറയൂ ഫാദർ, എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന്. മോനെ, ഞാൻ ഫാദറിന് എന്നെ വിശ്വസിക്കാം. എനിക്ക് ജന്മം നൽകിയവർ ഇന്ന് എവിടെയെങ്കിലും സുഖമായി ജീവിച്ചിരിപ്പുണ്ടാവും. അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും കടന്നില്ല. അവരോട് പക പോക്കാനോ അവരുടെ മനസ്സമാധാനം നശിപ്പിക്കാൻ വേണ്ടി ഒന്നുമല്ല. എനിക്ക് എന്റെ മനസ്സുണ്ടെങ്കിലും ഞാൻ അനാഥനല്ലെന്ന് പറയാൻ വേണ്ടി മാത്രം. ഫാദർ പറയൂ ഫാദർ, ഇനിയെങ്കിലും പറയൂ. മോനെ, ഞാനൊരു വൈദികനാണ്. വൈദികന് കൈമാറിയ വിശ്വാസ വചനങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല. പക്ഷെ ഇന്ന് ആദ്യമായി എന്റെ രാജുവിന് വേണ്ടി ഞാൻ ആ നിയമം ലംഘിക്കുകയാണ്. ആ ഫോട്ടോയിൽ കാണുന്നത് നിന്റെ അച്ഛനല്ല, അത് നിന്റെ അമ്മയുടെ സഹോദരനാണ്. ഒരേ ഒരു സഹോദരൻ, പത്മാവതി. അതാണ് നിന്റെ അമ്മയുടെ പേര്. ഡോക്ടർ ജയദേവന്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ പത്മാവതിക്ക് ജയദേവനായിരുന്നു അച്ഛനും അമ്മയും എല്ലാം. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് പത്മാവതിക്കൊരു പ്രേമബന്ധമുണ്ടായിരുന്നു. ജയദേവന്റെ കൂട്ടുകാരൻ ഒരു വേണുഗോപാലുമായിട്ട്. അയാൾ എയർ ഇന്ത്യയിലെ പൈലറ്റ് ആയിരുന്നു. അവരുടെ ബന്ധം ജയദേവനും ഇഷ്ടമായിരുന്നു. പക്ഷേ വിധി അവരോട് ക്രൂരത കാണിച്ചു. ലണ്ടനിൽ വെച്ചുണ്ടായ ഒരു വിമാനാപകടത്തിൽ വേണുഗോപാൽ മരിച്ചു. അയാൾ മരിക്കുമ്പോൾ പത്മാവതി ഗർഭിണിയായിരുന്നു. അഭിമാനിയായ ജയദേവൻ പത്മാവതിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കാൻ അവരെ നിർബന്ധിച്ചു. അവൾ സമ്മതിച്ചില്ല. പത്മാവതിയെ പ്രസവത്തിനു വേണ്ടി ആരും അറിയാതെ ഇവിടെ കൊടൈക്കനാലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ വച്ച് അവൾ പ്രസവിച്ചു. പത്മാവതിക്ക് ബോധം വരുന്നതിന് മുമ്പ് കുഞ്ഞിനെ അവളുടെ അടുത്തു നിന്നും മാറ്റി. പ്രസവത്തിൽ കുഞ്ഞ് മരിച്ചുപോയി എന്ന് ജയദേവൻ പത്മാവതിയെ വിശ്വസിപ്പിച്ചു. ആ കുഞ്ഞുമായി ജയദേവൻ ഈ അനാഥാലയത്തിലെത്തി. ആ കുഞ്ഞാണ് നീ, എന്റെ രാജുമോൻ. നീ നിന്റെ അമ്മയെ ശപിക്കരുത്. നീ ജീവിച്ചിരിക്കുന്ന കാര്യം പോലും പത്മാവതിക്ക് അറിയില്ല. അവരിന്ന് വിവാഹം കഴിച്ച് എവിടെയോ സുഖമായി ജീവിച്ചിരിക്കുന്നുണ്ടാവും. രാജു, രാജു, നീ അവരുടെ... ഫാദർ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഞാൻ കാരണം ആരുടെയും മനസ്സമാധാനവും അഭിമാനവും നഷ്ടപ്പെടില്ല. ഫാദർ എന്നെ വിശ്വസിക്കാം. രാജു, നിൽക്ക. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാ. എന്താ സാർ കാര്യം?
നീ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഈ പറയുന്ന മുഴുവൻ കള്ളമാണ്. മൈന ഇവന്റെ സ്വന്തം പെങ്ങളൊന്നുമല്ല. രക്തബന്ധങ്ങളെക്കാൾ വലിയ ബന്ധങ്ങളുണ്ട്. കൂടെ പിറന്നില്ലെങ്കിലും അവൾ എനിക്ക് എന്റെ സ്വന്തം പെങ്ങളായിരുന്നു. സാർ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇവൻ തന്നെ മൈനയെ... Shut up! നിന്റെ സംശയങ്ങൾ തീർക്കാനുള്ള സ്ഥലമാണോടാ ഇത്? ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഗുഡ് ഈവനിങ്. ഞാൻ വിശ്വനാഥ മേനോൻ, വിനോദിന്റെ അച്ഛൻ. ഇരിക്കൂ. താങ്ക്സ്. ഞാൻ വന്നത്... അറിയാം, മകനെ ജാമ്യത്തിൽ ഇറക്കാനല്ലേ? അതെ. ജാമ്യം അനുവദിക്കാം. പക്ഷെ ഒരു കാര്യം, എന്റെ അനുവാദമില്ലാതെ ഇയാൾ കൊടൈക്കനാലിലോട്ട് പോകാൻ പാടില്ല. അതെന്താ ഇൻസ്പെക്ടർ? ആ പൂക്കാരി മൈനയുടെ മരണത്തിൽ വിനോദ് ഇൻവോൾവ് ആണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്നവരെ ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാർ. എല്ലാ അച്ഛനമ്മമാരുടെയും വിശ്വാസം അങ്ങനെയാണ്, മക്കൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന്. ഇവനാണ് സാർ ഇതിനൊക്കെ കാരണം. ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ കുടുംബം തകർക്കാൻ നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? എന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയാൽ ഒരമ്മയുടെ ശാപം നിനക്ക് എന്നും ഉണ്ടാവും. എന്താ പത്മാവതി ഇത്? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വിനോദ്, അമ്മയെ കാറി കൊണ്ടിരുത്ത്. ചെല്ല. മിസ്റ്റർ മേനോൻ, ഇതിലൊന്ന് ഒപ്പിട്ട്. പത്മാവതിയല്ലേ? അതെ. ഫാദർ ഇവിടെ? ഞാനിവിടെ അടുത്തുള്ള ഒരു പള്ളിയിലെ വികാരിയാണ്. എനിക്ക് ഇൻസ്പെക്ടർ ഒന്ന് കാണണം. വരൂ ഫാദർ, ഇരിക്കും. ഞാൻ ഇവിടുത്തെ പള്ളിയിലെ വികാരിയാണ്. അറിയാം. എന്താ ഫാദർ വിശേഷിച്ച്? ഞാൻ രാജുവിനെ ജാമ്യത്തിൽ ഇറക്കാനാണ് വന്നത്. എന്തിനാ ഇൻസ്പെക്ടർ രാജുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നത്? നിരപരാധികൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നല്ലേ നിങ്ങളുടെ നിയമം പഠിപ്പിച്ചിരിക്കുന്നത്? ഫാദർ എന്താ അങ്ങനെ പറഞ്ഞത്? നിരപരാധിയായ ഇവനെ ഒരിക്കൽ മോഷണക്കുറ്റം ചുമത്തി നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് മർദ്ദിച്ചു. ഇപ്പോ ഫാദർ, മോഷണക്കുറ്റം ചുമത്തി സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന ഒരുത്തനെ സത്യം തെളിയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ചിലപ്പോൾ തല്ലേണ്ടി വരും. ആ കൂട്ടത്തിൽ നിരപരാധികളും കണ്ടേക്കാം. അന്നത്തെ മോഷണ കേസിൽ ഇവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം വേദനിച്ചു എന്ന് ഫാദറിന് അറിയാം. പക്ഷെ ഈ പ്രാവശ്യം ഫാദറിനെ തെറ്റിദ്ധരിച്ചതാണ്. രാജുവിനൊരു കംപ്ലൈന്റ് എഴുതി വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്, അല്ലാതെ കേസ് ചാർജ് ചെയ്യാനല്ല. സോറി ഇൻസ്പെക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. ചെല്ലു രാജു. വരട്ടെ. ശരി ഫാദർ. എന്താ ഇവിടെ? ഞാൻ ഫാദറിനെ ഒന്ന് കാണാൻ വന്നതാ. വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. ഇരിക്കൂ. പത്മാവതി ഇപ്പൊ ഇവിടെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഒരു ബംഗ്ലാവ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോ കുറച്ചു ദിവസം ഇവിടെ വന്ന് താമസിക്കാമെന്ന് കരുതി. ഓ,
ഡോക്ടർ ജയദേവൻ എന്ത് പറയുന്നു? അയാൾക്ക് സുഖമല്ലേ? കൊല്ലങ്ങളായി അയാളെ കണ്ടിട്ട്. എന്താ പത്മാവതി? ജയേട്ടൻ മരിച്ചിട്ട് 3 കൊല്ലമായി. ഒരു കാർ ആക്സിഡന്റിൽ. ഓ ജീസസ്. ഫാദർ, ഞാൻ വന്നത് പത്മാവതി വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പാസ്റ്റ് അറിയാവുന്ന എന്നെ കണ്ടപ്പോ പത്മാവതിയുടെ ഹസ്ബൻഡ് ഒരിക്കലും പഴയ കഥകളൊന്നും അറിയാനിട വരില്ല. ഫാദർ, എന്റെ ഭർത്താവിനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. എന്റെ കുഞ്ഞ് ജീവിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി വളർത്താനും അദ്ദേഹം തയ്യാറായിരുന്നു. ദൈവം നിശ്ചയിച്ച ഒന്നും മനുഷ്യൻ തിരുത്താനാവില്ല. പത്മാവതി, നിന്റെ സഹോദരന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു വൈദികൻ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഞാൻ ചെയ്തത് ശരിയാണെന്ന് എന്റെ മനസാക്ഷി പറയുന്നു. ദൈവത്തിന്റെ ഇംഗിതം അങ്ങനെയായിരുന്നിരിക്കും. ഫാദർ എന്താ പറയുന്നത്? മരിച്ചുപോയി നീ വിശ്വസിക്കുന്ന നിന്റെ കുഞ്ഞ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഫാദർ, പ്രസവത്തിൽ നിന്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് നിന്റെ ചേട്ടൻ കള്ളം പറഞ്ഞതായിരുന്നു. ആ കുഞ്ഞിനെ ആരുമറിയാതെ നിന്റെ ചേട്ടൻ ഈ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കി. ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അനിയത്തിയുടെ ഭാവിക്ക് വേണ്ടിയാണ് അന്ന് ഡോക്ടർ ജയദേവൻ ഇങ്ങനെ ചെയ്തത്. ഫാദർ, എന്റെ മോൻ. പത്മാവതിയുടെ മകൻ ഈ നാട്ടിൽ തന്നെയുണ്ട്. ആരാണ് ഫാദർ? പത്മാവതി അറിയും. രാജു. രാജു. രാജുവിനെ ഞാനാണ് അവന്റെ അമ്മയെന്ന് അറിയാമോ ഫാദർ? ഇന്നലെ വരെ അറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പോ അറിയാം. എനിക്ക് എന്റെ മോനെ കാണണം. എനിക്ക് എന്റെ മോനെ കാണണം. എടാ മോനെ, നീ ഇരുട്ട് വീഴാൻ തുടങ്ങുമ്പോ എവിടെ പോവുക? എനിക്കൊരാളെ കാണാനുണ്ട് മാമ. ആരെയാ? ഞാൻ വേഗം വരാം. എന്താ? രാജുവിന്റെ വീടല്ലേ ഇത്? അതെ. രാജു ഉണ്ടോ ഇവിടെ? എന്തിനാ? ഇനിയും അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടികൊള്ളിക്കാനാണോ? നിങ്ങളുടെ മോനായ എന്റെ മോളെ കൊന്നത്. എന്നിട്ട് ആ കുറ്റം എന്റെ രാജുവിന്റെ തലയിൽ കെട്ടിവെക്കാനല്ലേ നിങ്ങളുടെ ശ്രമം? നിങ്ങളൊക്കെ വലിയ ആളുകൾ, പോലീസും പട്ടാളവും ഒക്കെ നിങ്ങളുടെ സ്വൽപ്പടിക്ക് നിൽക്കും. പക്ഷേ എന്റെ രാജുവിന് എന്തെങ്കിലും സംഭവിച്ച ഈ പൊന്നയ്യനെ നിങ്ങൾക്ക് അറിയില്ല. കുത്തി മലത്തി കളയല്ലാത്രേ. അറിയാമോ?